നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ കുഴിമന്തി ബിരിയാണിയാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് സബോള വേണം. സബോള ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമല്ലിയാണ്. അത് നമ്മൾ വറുത്തെടുക്കണം. പിന്നെ ഉണക്കനാരങ്ങ വേണം. ഇനി നമുക്ക് മല്ലിച്ചപ്പ് വേണം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് കളർ വേണം, കുറച്ച് കളർ മതി. പിന്നെ ഇതിലേക്ക് മാഗി ചിക്കൻ സ്റ്റോക്ക്, കുരുമുളക് വേണം. കുരുമുളക് പൊടിയല്ല, കുരുമുളക്, ചെറുനാരങ്ങ, ഗരം മസാല പാക്കറ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് മന്തിയുടെ അരി വേണം. ചുവന്ന അരിയാണ് നമ്മൾ ഇതിലേക്ക് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേണം. അരി ആദ്യം തന്നെ നല്ലതുപോലെ കഴുകണം നമ്മൾ. അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിനാദ്യം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അടുത്തത്, ഗരം മസാലപ്പൊടി. ഇതിലേക്ക് ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സാക്കി വയ്ക്കാം. ഇനി ഈ മസാലപ്പൊടിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ ചിക്കനിൽ പിടിപ്പിക്കുക. ഈ ചിക്കനിലേക്ക് ഫോർക്ക് കൊണ്ടൊക്കെ നല്ലതുപോലെ കുത്തുക. എന്നിട്ട് മസാല തേച്ചാൽ അത് നല്ലതുപോലെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിട്ടും. ഇനി മസാല പിടിക്കാൻ ഇത് നല്ലതുപോലെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് കുഴിമന്തിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലത്തെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പാത്രത്തിൽ ചൂടാക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ടയും അത് കഴിഞ്ഞ് ഇലയും, ജീരകം, കുരുമുളക്, സബോള, പച്ചമുളക്, ഉണക്കമല്ലി, തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ 1/4 പാത്രം വെള്ളമാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം, ഈ അരിയൊക്കെ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അരമണിക്കൂറോളം കുതിർക്കാൻ വെച്ചില്ലേ വെള്ളത്തിൽ, അത് വെള്ളം കളഞ്ഞ വാരി വെച്ച അരിയാണ് നമ്മളിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? വെള്ളം ചെറുതായിട്ട് അരിയിനെക്കാട്ടിയും പൊന്തി നിൽക്കണം. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉണങ്ങിയ ചെറുനാരങ്ങ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഓട്ടയുള്ള അരിപ്പ പോലത്തെ പാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് മൂടി വയ്ക്കുന്നത്. ചിക്കൻ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചാണ് വേവിക്കുന്നത്. ഇതിൻ്റെ ആവി കൊണ്ടിട്ട്, അടിയിൽ നിന്നുള്ള ആവി കൊണ്ടിട്ടാണ് ഇത് വേവുന്നത്. അതിനാണ് നമ്മൾ ഓട്ടയുള്ള പാത്രം തന്നെ വേണമെന്ന് പറയുന്നത്. ഈ ചിക്കനെല്ലാം നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിരിക്കുകയാണ് മൊത്തം. ഇനി നമുക്ക് ഈ പാത്രം മൂടി വയ്ക്കാം. ആവിയൊന്നും പുറത്തു പോവാതെ ചിക്കൻ നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ആ പാത്രത്തിൻ്റെ മേലെ കയറ്റി വയ്ക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റോളം കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിത് ചോറിൻ്റെ ഒപ്പം വെച്ചിട്ട് കനലൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാനുണ്ട്. നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോറിൻ്റെ മേലെ ഒരു പാത്രത്തിൽ കനലെടുത്ത് വയ്ക്കുക. ഈ കനലിൻ്റെ ചൂട് കൊണ്ടിട്ട് ചിക്കനൊക്കെ ഒന്നുകൂടി വേവിക്കാനുണ്ട്. അതിനാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ചിക്കനിലേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. മാഗിയുടെ നേരത്തെ കാണിച്ചില്ലേ ചിക്കൻ സ്റ്റോക്ക്, അതാണ്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മൂടി വയ്ക്കാം ഒരു 20 മിനിറ്റ്. മന്തി വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട മയോണൈസ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 4 കോഴിമുട്ടയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി, പഞ്ചസാര, ഉപ്പ്,
ചെറുനാരങ്ങ പിഴിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഒറ്റ അടി അടിക്കുക. ഒറ്റ അടി അടിച്ചതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. ഏകദേശം ഇങ്ങനെ ഒരു കട്ടി രൂപം ആവുന്നത് വരെ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊണ്ട് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ കുഴിമന്തി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലത്തെ കനലിൻ്റെ പാത്രം കൂടി കൊണ്ട് മാറ്റാം. ഇതിപ്പോൾ നമ്മളെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്.